പ്രോസിക്യൂഷൻ ആർഗ്യ ചെയ്തതായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു. ഇതൊക്കെ റെയറസ്റ്റ് ഓഫ് റെയർ കേസിലെ CBIക്ക് അന്വേഷണം വിടാവുന്നു. അത് യഥാർത്ഥത്തിൽ റെയറസ്റ്റ് ഓഫ് റെയർ കേസിലെ CBIക്ക് അന്വേഷണം വിടാവുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തുള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ. അത് ആ പടി റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ കൊണ്ടുവന്ന പ്രിൻസിപ്പിൾ ബച്ചൻ സിംഗ് കേസിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആദ്യമായിട്ട് കൊണ്ടുവന്ന അതായത് റെയറസ്റ്റ് എമംഗ് റെയർ. അത് എന്തിനാണെന്നറിയോ? ഡെത്ത് പെനാൽറ്റി കൊടുക്കേണ്ടത് ഏതൊക്കെ കേസിലാണെന്ന് തീരുമാനിക്കാനാണ് റെയറസ്റ്റ് എമംഗ് റെയർ ആയിരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റെയറസ്റ്റ് എമംഗ് റെയർ ഇപ്പം കണ്ടുപിടിച്ചിട്ട് CBIക്ക് അന്വേഷണം കൈമാറണം എന്നുള്ള ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ, വളരെ വിചിത്രമാണ്. വളരെ വളരെ വിചിത്രമാണ്. അതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നുമുള്ള സംഭവമില്ല. അതായത് ദുരൂഹ സാഹചര്യം ഒരുപാടുണ്ട്, പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. പിന്നെ ഈ പോലീസിന് ഇത്ര നിർബന്ധം എന്തോ ഇവർക്ക് തന്നെ അന്വേഷിക്കണമെന്ന്? ഇത്ര നിർബന്ധം ഇവർക്ക് എന്താണ്? ഇവർക്ക് തന്നെ അന്വേഷിക്കണം എന്ന് കേരള പോലീസിന് ഇത്ര നിർബന്ധം എന്താണ്? ഇത്രത്തോളം പ്രശ്നമുള്ള ഒരു കേസിൽ PP ദിവ്യയെ പോലുള്ള വളരെ വലിയൊരു നേതാവ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പ്രതിയായിട്ടുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസ്, അതിനകത്ത് ഇതെല്ലാം വരുമ്പോൾ എന്തിനടി ഇവർക്ക് തന്നെ കേരള പോലീസിനെ അന്വേഷിക്കണം ഇത്ര നിർബന്ധം എന്താണ്? ഇത്രയും ജോലി ഇവർക്ക് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അവർ വീട്ടിൽ പോയി വെറുതെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പുറകെ നടക്കട്ടെ. അതാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ മുമ്പ് പുറകിലൊക്കെ നടക്കുക, ചെയ്തോട്ടെ. അതല്ലാതെ ഈ കേസ് അന്വേഷിക്കണം എന്ന് ഇത്ര നിർബന്ധവും വാശി എന്താണ്? അതുപോലെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ചോദിച്ചതുകൊണ്ട് CBIക്ക് ഇൻവെസ്റ്റിഗേഷൻ വിടാൻ പാടില്ല. വേറെ സ്ത്രീകൾ ചോദിച്ച ഇൻവെസ്റ്റിഗേഷനും അന്വേഷണവും ഇല്ലാതെ തന്നെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വിട്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ പറയുന്നില്ല ഏതൊക്കെ കേസാണെന്ന്. അങ്ങനെയുള്ള വേറെ എത്രയോ കേസുകൾ. അതിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് അത് വീട്ടുകാർക്ക് ആവശ്യം ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ ആരോപിക്കുന്ന കേസായത്. സ്വന്തം പാർട്ടിക്കാർക്കെതിരെ വിരൽ ചൂണ്ടിയേക്കുന്ന കേസാണിത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് മാത്രം ഇത്ര നിർബന്ധം? ഈ കേസ് CBIക്ക് വിടാൻ പാടില്ലെന്ന്. ഇവരാരും സ്ത്രീകളും കുടുംബാംഗങ്ങളും അല്ലേ? അതല്ലേ ആലോചിക്കേണ്ടത്. നിരാരംഭരായിട്ടുള്ള സ്ത്രീകൾ, മരിച്ചുപോയ നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ, അവർക്ക് ഇങ്ങനെ സംശയമുണ്ട്, ഈ സംശയം ദൂരീകരിക്കണം എന്ന് പറഞ്ഞാൽ കേരള പോലീസ് തന്നെ എല്ലാം ദൂരീകരിച്ചോളും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വിഡ്ഢികളാണോ ഇവിടെ ഉള്ള കേരളത്തിലുള്ള ആളുകൾ? യഥാർത്ഥ ഈ കാഴ്ചപ്പാടുണ്ടല്ലോ, ഈ കാഴ്ചപ്പാട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ എടുക്കുന്ന കാഴ്ചപ്പാട് ശ്രീ MV ഗോവിന്ദൻ എൻ്റെയൊക്കെ പ്രസാദ് CBIക്ക് ഒന്നും വിടേണ്ട കാര്യമില്ല തീരുമാനിച്ച്. അദ്ദേഹം CBIയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന അതിനെയൊക്കെ മുകളിലുള്ള ആളാണ്, അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് CBIക്ക് എല്ലാ കേസും വിടേണ്ട കാര്യമില്ല. എല്ലാ കേസും വിടാനൊന്നും പറഞ്ഞില്ലല്ലോ. നവീൻ ബാബുവിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടേക്കുന്ന ഈ കേസ് വിടണമെന്നേ ഉള്ളൂ. ബാക്കി കേരളത്തിലെ എല്ലാ കേസും CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാ കേസിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഈ കേസ് PP ദിവ്യ പ്രതിസ്ഥാനത്തുള്ള ഈ കേസ് അയക്കണോ വേണ്ടയോ, CBI കൊണ്ട് അന്വേഷിക്കണോ വേണ്ടയോ എന്നാ തീരുമാനിക്കണ്ടേ. മാത്രമല്ല, ഇതിപ്പോൾ കൊലപാതകം ആണെന്ന് കണ്ടാൽ അവിടെ PP ദിവ്യയ്ക്ക് ഇപ്പോൾ എതിരെയുള്ള ഈ ഇപ്പോഴത്തെ കേസ് നിൽക്കത്തില്ല. കാരണം ഇത് ആത്മഹത്യക്കുള്ള പ്രേരണാ കുറ്റമാണ് PP ദിവ്യയ്ക്കെതിരെ ഉള്ളത്. അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് നിൽക്കത്തില്ല. അത് കൊലക്കേസാണ്. പിന്നെ കൊലപാതകം നടത്തി ആരാണെന്ന് അന്വേഷിക്കണം. അതിനകത്ത് ദിവ്യയ്ക്ക് പങ്കുണ്ടോന്നാണ് പിന്നെ അന്വേഷിക്കേണ്ടത്. ആ രീതിയിലേക്ക് പോകും കാര്യങ്ങൾ, പിടിവിട്ട് പോകും കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇവർ ഈ പരക്കം പാച്ചിൽ നടത്തുന്നത്. അതുകൊണ്ട് ഈ റെയറസ്റ്റ് എമംഗ് റെയർ ആണ്, അങ്ങനെയുള്ള കേസേ വിടാവൂ എന്നൊക്കെ CBIക്ക് വിടാവൂ എന്നൊക്കെയുള്ള ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ, അതൊക്കെ വളരെ വിചിത്രമാണ്, കേട്ടുകേഴ്വിയില്ലാത്തതാണ്.